ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംലി സാം. എല്ലാവരും ഉണ്ട് കേട്ടോ. എന്തെന്ന് നമ്മുടെ വീഡിയോ സന തൊണ്ടയിൽ കിച്ച് കിച്ച് വിക്സ് ഗുളിക കഴിക്കൂ, കിച്ച് കിച്ച് അകറ്റൂ. പറ വീഡിയോ എന്താന്ന് പറ. എല്ലാരും കൂടെ മറ്റേ സ്കൂൾ ഫോട്ടോ എടുക്കാനും വേണ്ടിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കണ്ടല്ലോ. പറയൂ. ക്യാമറ എടുത്തുകൊണ്ടായപ്പോ എല്ലാരും പതറിയും തോന്നുന്നു. എന്താ പറയണ്ടത്? ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് വേറൊന്നല്ല, പെരുന്നാളാവാറായില്ലേ, അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ആർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ളതാണ് എടുക്കുന്നത്. അവരോട് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ യാത്രയിൽ ഉമ്മ ഇപ്പം ഞങ്ങൾ കൂടെ ഇല്ല കേട്ടോ. അവരെന്തൊക്കെയാ പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. ഉമ്മ ഇങ്ങനെ വരാനൊക്കെ നിൽക്കുന്നുണ്ട്. ഉമ്മ എന്താ വിചാരിക്കും, ഇവരെന്താ എന്നെ വിളിക്കാത്തത്? ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ. ഞാനും കൂടി വന്നാലും ഞാനാണ് മൈൻഡ് ചെയ്യൂല, സന കണ്ട് മൈൻഡ് ചെയ്യൂല. കാരണം അവരുണ്ടായി നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഞാൻ ഇവൾക്കതൊന്നും അറിയില്ല. എവിടേക്കെന്ന് പറഞ്ഞാലും കേറും ആരും. ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെ ഒരു പ്രത്യേകതയാണ്. എവിടേക്കെന്നൊന്നുമില്ല. അതിന് എവിടേക്കായാലും ശരി ഞാനുണ്ട് പറഞ്ഞിട്ട് ചാടി കയറും. അതിന് ഉമ്മ ആയാലും ശരി, ഉപ്പായാലും ശരി, ചെറിയതായാലും വലിയതായാലും ഒക്കെ ഒരേപോലെ തന്നെ. നെസിനോട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് എന്തെങ്കിലും എടുക്കണം, അതുപോലെ തന്നെ ഉമ്മാക്കും എടുക്കണം. എന്താ സാധനം എടുക്കുക? ഡോർ അടച്ചിട്ട് നമുക്ക് കേൾക്കൂല. എന്താ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതാ ഹീറോ വന്നിട്ടുണ്ട് കേട്ടോ. ഹീറോ അല്ല, സീറോ. ഷബക്ക് എന്തിനാണ് പോണെന്ന് പോലെ അറിയില്ല. വലിയ കാര്യത്തില് ജീൻസിന്റെ വീഡിയോ ഒക്കെ ഇട്ട് കേറി. അതുകൊണ്ടല്ല, അത് പ്രായമായോണ്ടാണ്. അത് കൂളിംഗ് ഗ്ലാസിന്റെ പ്രശ്നമല്ല. 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 5 വയസ്സ് 10 നീ എവിടെ കൂട്ടിയത്? 5 അല്ല 6. സത്യാവസ്ഥ പുറത്തുനിന്ന്. ഞങ്ങള് പോകുന്നത് നമ്മുടെ ഫാമിലി വെഡിങ് സെന്ററിലോട്ടാണ് കേട്ടോ. അപ്പൊ അത് വലിയതാക്കിയല്ലോ, വിപുലീകരിച്ചിട്ടുണ്ട്. മലയാളമൊക്കെ അറിയാം എനിക്ക്. ഇംഗ്ലീഷ് ടീച്ചറാണ് നോക്കണ്ട. ഇംഗ്ലീഷേ അറിയില്ല. മലയാളം പറയുന്ന ടീച്ചറില്ലേ? അപ്പൂസിരിക്കണോക്കെ വെച്ചിട്ട് പെല്ലക്കുട്ടി ഇപ്പൊ ഉണർന്നിട്ടുള്ളൂ കേട്ടോ ഉറക്കത്തുനിന്ന്. അതാണ് കിളി പോയ പോലെ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവൾ ആക്റ്റീവ് ആയിക്കോളും. എന്താണ് എന്താ സംഭവം? ഞാൻ എടി ഇതിട്ടിട്ടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പ്ലാന്? അവിടെ ചെന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കുള്ള ഡ്രസ് എടുക്കുന്ന. ഞാൻ നിങ്ങളെ അവിടെ സംസാരിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഫാമിലി പോകുന്നു, ചാടി ഇറങ്ങുന്നു, ഉമ്മാക്കും ഉപ്പാക്കുള്ള ഡ്രസ് എടുക്കുന്നു. പടച്ചോൻ അവിടെ നമുക്ക് വഴിമാറി തരാം. എന്നിട്ട് ചാടി ഇറങ്ങുന്നു, എന്നിട്ട് ഉപ്പാക്കുള്ള ഡ്രസ് ഇടുന്നു അല്ലേ? ഈ ഡ്രസ് എന്തിനുള്ളതാണ്? പെരുന്നാളിനുള്ള. ആ പാവ ഉപ്പാക്ക് ഉപ്പാന്റെ ബർത്ത്ഡേ 4 ദിവസം മുന്നേ അന്ന് കൊടുക്കേണ്ട സാധനം ഇവര് പെരുന്നാൾക്ക് മാറ്റിയതാണിത്. അതാണ് സത്യാവസ്ഥ. അല്ല, അന്ന് രാത്രിയാണ് അറിയുന്നത് ഉപ്പാന്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. ഫോണില് റിമൈൻഡർ ഒക്കെ വെച്ചിരുന്നു, പക്ഷെ അറിഞ്ഞില്ലല്ലേ. ഞങ്ങൾ അല്ലല്ല, ഈ സേനയാണ് ഫുള്ള് കുത്തിത്തിരിപ്പുണ്ടാക്കി. ഞങ്ങളങ്ങനെ തെറ്റാറൊന്നും ഇല്ലല്ലേ. നിങ്ങൾ അത്രക്കാര് നമുക്കിടയിൽ പിണക്കാ. ഞങ്ങളാ പിണങ്ങ അത് ഈ ലാഭവും. പപ്പട കച്ചവടം. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, സൈലന്റ് ആയിട്ട് ചിരിക്കുന്നുണ്ട്. എല്ലാത്തിനും ചിരിച്ചു തരൂ. കൂടുതൽ ഡയലോഗ്സ് ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും.
റെഡി ആവാഞ്ഞിട്ടല്ല, ബുദ്ധിമാന്മാരുടെ ലക്ഷണാണ്. മിതമായി സംസാരിക്കുക. നിന്റെ കണക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കല്ല. എനിക്കുള്ള വഴി തന്നെയാണല്ലോ തെളിയിച്ചത്. ഈ പറയുന്ന ആള് തീരെ സംസാരിക്കൂല. ആ സാധനം ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് രാത്രി സനക്ക് ഞാൻ വിജ്ഞാനം പകർന്നു കൊടുക്കാണ്. സനക്ക് എക്സാം ആണ് വരാൻ പോണത്. അപ്പൊ എന്ത് സന ഞാൻ എന്നെ വേണോ വേണ്ടിച്ചിട്ട് ഇരിക്കലിട്ടാ ഞാനെന്നെ പിടിച്ചിരുത്തു. അപ്പൊ ഓരോ ഒളികേറ്റ് ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്തതാണ്. ഫിഷ് ഓയിൽ ഉണ്ടല്ലോ, ഫിഷ് ഓയിലിന്റെ ടാബ്ലറ്റ്, ഇത് വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ്, ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് ഒക്കെ എല്ലാവർക്കും പോയിട്ട് വിതരണം ചെയ്യും ഓരോന്ന്. ഇത് കൊടുത്തതിനാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്നിട്ട് വിതരണത്തിന്റെ കൂടെ ഞാൻ അതിനെ കുറിച്ച് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. 5 മിനിറ്റ് കൊണ്ട് ഓക്കെ. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. എക്സാമ്പിളിൽ നിന്നും എക്സാമ്പിളിലോട്ട് പോയി ലാസ്റ്റ് തുടങ്ങിയോടത്തല്ല എവിടെ തുടങ്ങി എന്താണ് പറയുന്നത് എനിക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെ പറഞ്ഞു വന്നത് എവിടുന്നാണ് എത്തിയത് വേറെ എവിടെയാണ്. ഞങ്ങളിതാ കോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഈ റോട്ടിലോട്ട് പോവാന്നുള്ളത്. ഇവിടെ ആരെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന കാര്യം. അപ്പോൾ കഴിഞ്ഞ എടപ്പാൾ പോക്കിനെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഖത്തറിൽ ഇരുന്നിട്ട് ഞങ്ങളെ വീട് കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. പിന്നെ കുറേ പേര് എൻ്റെ വീട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ഫാമിലിയിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങളവിടെ കയറി ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ നേരത്തെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ആ സമയത്തും ഭയങ്കരമായിട്ട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നേ. പിന്നെ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് തിരൂരുള്ളവർ, താന്നൂരുള്ളവർ, പരപ്പനങ്ങാടി, കോട്ടയ്ക്കൽ, അങ്ങനെ എല്ലാ ഭാഗത്തുള്ളവരും കുറേ പേര് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യൂവേഴ്സാണ്, വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ പേര് വെല്ലവേവിൻ്റെ അടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സന്തോഷമേ ഉള്ളൂ. പിന്നെ എൻ്റെ കുറേ സ്റ്റുഡൻസിനെ കാണാൻ പറ്റി. ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ റിലേറ്റീവ്സ്. സാധാരണ കല്യാണങ്ങൾക്കൊക്കെയാണ് ഇങ്ങനെ എല്ലാവരും കാണാൻ കഴിയുന്നത്. പക്ഷെ ഒരു കല്യാണത്തിനുള്ള തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പതിയെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എടുക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, 2 ഉപ്പമാർക്കും 2 ഉമ്മമാർക്കും പിന്നെ വല്യമ്മക്കും അമ്മായിക്കൊക്കെയാണ് എടുക്കാനുള്ളത്. ഇന്നിപ്പോൾ എല്ലാവർക്കും കൂടെ എടുക്കലൊന്നും നടക്കില്ല. ഞങ്ങൾക്കൊക്കെ പിന്നെ ഒരു ദിവസം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കും സർപ്രൈസ് കൊടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം, ഇവിടുത്തെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സർപ്രൈസ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെ ആവും. സർപ്രൈസ് ഇഷ്ടമില്ലാത്തവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കും ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ വിചാരിക്കും ഉമ്മമാർക്ക് അതിനോടൊന്നും വലിയ ഇതുണ്ടാവില്ല, പക്ഷെ അവരുടെ ഉള്ളിലും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. പിന്നെ ഉമ്മ കുറേ ആയിട്ടൊരാഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. നിസ്കാരക്കുപ്പായം എങ്ങനത്തെയെന്ന് വെച്ചാൽ മൊത്തത്തിൽ കവർ ചെയ്ത് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു ടൈപ്പ്. അപ്പോൾ അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അന്നും ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ആടി ഞാനിത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മുതൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് വാങ്ങിക്കണമെന്ന്. അപ്പം ഞങ്ങൾ ഒന്ന് പ്ലാൻ ഇട്ടതാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്ന, പക്ഷെ ഇപ്രാവശ്യം ഇത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പിന്നെ വേറെ കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് ബോക്സിലൊക്കെ ആക്കി കൊടുക്കണം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം, എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോവാണേ. ഉമ്മ ഇപ്പം അവിടെ റൂമിലിരിക്കുന്നുണ്ട്, നമുക്ക് ഓഫീസ് റൂമിൽ നമുക്ക് നിന്റെ അടുത്തൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും തരും? ഒന്നുമില്ല. സന്തോഷമില്ല.
ഇത് തന്നതാണെങ്കിൽ വാങ്ങിച്ചത് ഞാനാട്ടാ. കൊറേ കാലായിട്ട് ആഗ്രഹം പറയാണ് ഇത് ഞങ്ങൾ ഇന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ അതിനെന്നെ പ്ലാൻ ഇട്ടിരുന്നേ. നിങ്ങൾക്ക് പ്രിന്റ് ആയിരുന്നു ഇഷ്ടം, അങ്ങനൊന്നുമില്ലേ? ഇമ്മാക്ക് നല്ല ഇഷ്ടമാണ് സർപ്രൈസ്. നിങ്ങൾക്ക് ഇപ്പൊ ട്രെഡ്മില്ല് സർപ്രൈസ് ആ ട്രെഡ്മില്ലുമേൽ ഇപ്പൊ ഞങ്ങളെ ഡ്രസ്സുകൾ അണ്ടർവയറുകളൊക്കെ തൂക്കിട്ട് ഞങ്ങള് ചെടി സർപ്രൈസ് കൊടുത്തിരുന്നു. അവിടെ ഇരുന്ന് ഡയറക്ടർ കം സന കിട്ടില്ല. ഇത് ഭയങ്കര പണിയാണ്. ശബ്ദം അല്ല, ഒരു സർപ്രൈസ് അല്ലേ, ഒരു പരിപാടി ആവുമ്പോ. എക്സ്പ്രഷൻ എടുക്കാൻ പോട്ടാ. ഇവിടെ പിന്നെ കാര്യമായിട്ട് വികാരങ്ങളൊന്നും വരാറില്ല. പോരും. ഏത് കളറാവും? ഏതാവും കളർപ്പാ? ചോമല സന ഫ്ലൂറസെന്റ് സന എന്തോ മഞ്ഞാന്ന് സന ഫ്ലൂറസെന്റ് ശരിക്കും പറഞ്ഞ ഇപ്പല്ലേ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചത് ഒന്നുകൂടെ കാണിച്ചാ എന്തായിരുന്നു? നല്ല ഇപ്പൊ ഇതാപ്പോ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പാണ് അത്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ടൈപ്പാണ്. നിനക്കെന്താ തൊണ്ട അപ്പൊ 50-50 സന ഭാവിണ്ട്. സന ഭാവിണ്ട്. 500 കാണിച്ചു കണ്ടില്ലേ? 10 എടുത്തു മറ്റേ വിളിവിൽ തന്നെ വലുത്. 500 തൊണ്ടിട്ടോ ഇതില് വിറ്റുണ്ടായിട്ടാ. അവിടുന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ നമ്മളിപ്പോ വരണപ്പോഴേ ഷംലിദാത്തന്റെ അമ്മായിക്ക് നിസ്കാര കുപ്പായം ഉമ്മ പറഞ്ഞു ഇങ്ങനെ അറിയിച്ചു എനിക്കും വേണം. പോളിസ്റ്റർ ആണോ അതോ കോട്ടൺ ആണോ? ശബ മാക്സിമം വേറെ പലയിടത്തും താക്കുന്നുണ്ട്. മുങ്ങി അവിടുന്ന് ലിഫ്റ്റില് ചോടി. പിന്നെ നമ്മ ടെററായി വിളിക്കണു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. അത് പഠിച്ചിരുമ്പോ വേണ്ട, കട്ടി കുറഞ്ഞ വാക്കുമല്ല മതി. കട്ട് ചെയ്തിട്ട് അത് merge ചെയ്ത് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സെറ്റല്ലേ ഓരോരുത്തരും?
എന്ന് പറഞ്ഞ എല്ലാവർക്കും എന്നാ ശംലിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ പറഞ്ഞാലോ ഡയലോഗ് ഇപ്പൊ സ്നേഹത്തിന്റെ ഒന്ന് പറഞ്ഞോക്കണേ. എല്ലാം നമുക്ക് ട്രയൽ എടുക്കുക. എന്താ പത്രം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിന്റെയും സമാധാനം പോയില്ലേ. നിങ്ങളെന്ന് പറഞ്ഞാണ് ഇപ്പൊ എന്നെ പോലെ വിശാലി ഇപ്പൊ ഇങ്ങനെ കമോൺ. ചെറിയ പെരുന്നാള് ആശംസകൾ. നിങ്ങൾ ഇത് ക്യാമറ ഷൂട്ട് ചെയ്യാതെ ഞാന് ഓക്കെ ക്യാമറ ഒരു മിനിറ്റ്. എല്ലാവർക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് ആക്കി. സ്നേഹത്തിന്റെയും പെല്ലമു അല്ല ആ ഒരു ഇത് കംപ്ലീഷൻ കിട്ടുമോ? ക്യാമറയിലോട്ട് നോക്കണോ? ക്യാമറയിലോട്ട് നോക്കണം കേട്ടാ. കമൺ റെഡി 1 2 3 ആക്ഷൻ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹം എന്താ ശരിക്കല്ല ഞാൻ ഇത്രയും കൊണ്ടുവന്ന്. മാഷാ അല്ലാ അൽഹംദുലില്ലാ കുറേ കളിയും ചിരിയും ബഹളങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ ഒരാൾക്ക് കൂടെ ഭയങ്കര വിഷമമായിരുന്നു അപ്പൂസിനെ. ഉമ്മമാക്കും പപ്പാക്കും ഗിഫ്റ്റൊക്കെ കിട്ടി, അപ്പൂസിന് കിട്ടിയില്ല എന്നല്ല. അപ്പൂസിന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ അതിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ മറ്റു വീഡിയോസായിട്ട് ഉടൻ തന്നെ ഞാൻ വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഡ്വാൻസ് ഈദ് മുബാറക്. താങ്ക് യു ഓൾ. ബൈ.